ഇവിടെ വന്നപ്പോണ്ടല്ലോ അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ മുകളിലോട്ട് പോകുന്തോറും തണുപ്പിൽ വ്യത്യാസം വന്നു തുടങ്ങി. അങ്ങനെ കർണാടക ബോർഡർ എത്തി. കാഴ്ചകൾ മനോഹരമാണ്. പണ്ട് വീരപ്പനൊക്കെ ഇവിടെ ഒരുപാട് പൂജകളൊക്കെ ചെയ്തിരുന്ന ഒരു അമ്പലമാണ്. ദിമ്പം ചുരത്തിൻ്റെ ആദ്യത്തെ എയർപിന്നിലേക്കാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ യാത്ര സത്യമംഗലം ടൈഗർ റിസർവിലേക്കാണ്. അതായത് വീരപ്പൻ്റെ സ്വന്തം കാടായ സത്യമംഗലത്തേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ നമ്മൾ ഗോപിച്ചെട്ടിപ്പാളത്ത് നമ്മൾ റൂം എടുത്തായിരുന്നു. പിറ്റേ ദിവസം കാലത്ത് എണീച്ചിട്ട് ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ വരുമ്പോൾ ഇവിടെ റൂം കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം കിട്ടാനാണ് ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ അത്യാവശ്യം നല്ല റേറ്റുള്ള റൂമുകളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ റൂം എടുത്തത് എവിടെയെന്ന് വെച്ചാൽ രത്നവേൽ മണ്ഡപം എന്ന് പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ട്. അവിടെയാണ് ഞാൻ റൂം എടുത്തത്. നിങ്ങൾ സോളോ ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റുള്ള റൂം നോക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് റൂം എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റേ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഏകദേശം 26 കിലോമീറ്റർ മാത്രമേ സത്യമംഗലം ടൈഗർ റിസർവിക്കുള്ളൂ. അപ്പോൾ കാലത്ത് നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യം നോക്കുന്നത് വെച്ചാൽ നല്ല വിശക്കുന്നുണ്ട്, ചായ കുടിക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെട്രോളും കൂടി അടിച്ചിട്ട് വേണം നമുക്ക് ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം തേടി പിടിച്ചതിന് ശേഷം ഒരു ഹോട്ടൽ കണ്ടെത്തി. പക്ഷേ ഹോട്ടൽ അടിപൊളിയാണ് കേട്ടോ. നല്ല പാട്ടും നല്ലൊരു ഫീലിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. നല്ല ഗുഡ് ഫീലാണ് തോന്നുന്നത്. എപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ ആദ്യം നോക്കുക. എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നമ്മൾ ഈ ചോറും ഈ പൊങ്കൽ അതൊക്കെ നമുക്ക് മലയാളികൾക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് അവിടുത്തെ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ റൂട്ടൊക്കെ പാസ് ചെയ്യണമെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് കയറിയൊക്കെ കൊണ്ട് കുഴപ്പമില്ല. തമിഴ്നാട് കർണാടക ബോർഡറിലായിട്ടാണ് സത്യമംഗലം ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കരടികളെയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല ആന, മാന്, അതേപോലെ തന്നെ ടൈഗർ എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഏരിയയുള്ള ഒരു ഫോറസ്റ്റ് കൂടിയാണിത്. ഈ റൂട്ടിലൂടെ പോകുന്ന ബൈക്ക് റൈഡേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി അനാവശ്യമായിട്ട് അവിടെ ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കുക. എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം വലിയൊരു ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മൃഗങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മൈൻഡിൽ എപ്പോഴും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവണം കേട്ടോ. ഈ ഒരു കാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീരപ്പൻ താമസിച്ചിരുന്ന ഒരു കാടാട്ടോ. 30-35 കൊല്ലത്തോളം മൂപ്പര് ഈ കാട്ടിലുണ്ടായിരുന്നു. പണ്ടൊരു കാലത്ത് എല്ലാവരെയും പേടി സ്വപ്നമായിരുന്ന വീരപ്പൻ 2004 മരണപ്പെട്ടത്. അതിൻ്റെ മുന്നേ വരെ നമ്മളെ തമിഴ്നാട് ഗവൺമെൻറ് ഒരുപാട് വട്ടം 10-25 കൊല്ലോളം ശരിക്കും പറഞ്ഞാൽ പല വിധത്തിൽ മൂപ്പരാൾ പിടിക്കാൻ നോക്കി, പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് കണ്ണിന് തീരെ സുഖമില്ലാതായി, കാഴ്ച മങ്ങിത്തുടങ്ങി. ചെറുതായിട്ട് ഒരു കണ്ണിനാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഏതൊരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് ചികിത്സിക്കാൻ പോകുമ്പോൾ ഉണ്ടായൊരു വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. 65 കോടി രൂപ വരുന്ന ചന്ദനമരങ്ങളാണ് മൂപ്പർ ഇവിടുന്ന് മുറിച്ച് കടത്തിയിട്ടുള്ളത്. മാത്രമല്ല 16 കോടി രൂപ വരുന്ന ആനക്കൊമ്പുകളും മൂപ്പർ വിദേശത്തേക്ക് കടത്തി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ വീരപ്പൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇത്രയും വലിയൊരു നിധി എവിടെ പോയിരുന്നു, അതിനെന്ത് സംഭവിച്ചു എന്നോ ഇപ്പോഴും ആർക്കും അറിയില്ല. മാത്രമല്ല പലർക്കും വീരപ്പനൊരു പേടി സ്വപ്നമാണെങ്കിൽ കൂടി മറ്റു പലർക്ക് വീരപ്പനൊരു ദൈവമായിരുന്നു. ഈ റൂട്ടിൽ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീരപ്പൻ്റെ അതായത് വീരപ്പനെ അടക്കിയ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷെ അത് ഇവിടെ അല്ല, തമിഴ്നാട്ടിൽ തന്നെ മേട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീരപ്പനെ സംസ്കരിച്ചിട്ടുള്ളത്. ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാട്ടോ. നമ്മൾ മുന്നോട്ട് പോകുന്തോറും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ ലോറികളാണ് കേട്ടോ. ഈ ലോറികൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്കും അതേപോലെ കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ലോറികളാണ്. ഇത് മെയിനായിട്ട് ഇവിടെ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ലോറികൾ ഇതേ കൂടെ വരുന്നത്. നമ്മളെപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും ഈ സത്യമംഗലം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ 42 ഡിഗ്രി അല്ലെങ്കിൽ 32 ഡിഗ്രി ഒക്കെ ചൂടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാലത്ത് തന്നെ പോവാമെന്ന് വിചാരിച്ചത്. ഈ ഫോറസ്റ്റിലൂടെ കുറച്ചധികം യാത്ര ചെയ്താൽ നമുക്ക് വലിയൊരു ടെമ്പിൾ ഇടതുവശത്ത് കാണാൻ പറ്റും. ഇതാണ് ബെന്നാരി അമ്മൻ ടെമ്പിൾ. പണ്ട് വീരപ്പനൊക്കെ ഇവിടെ ഒരുപാട് പൂജകളൊക്കെ ചെയ്തിരുന്ന ഒരു അമ്പലമാണ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്ന ഭക്തരെല്ലാം ഇവിടെ തേങ്ങ ഉടച്ചിട്ടാണ് യാത്ര ചെയ്യാറുള്ളത്. യാത്രയിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഇവിടെ വളരെയധികം ജനപ്രവാഹം ഉണ്ടായിരിക്കും. ക്ഷേത്രം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഇവിടെ ടൂ വീലേഴ്സിനൊന്നും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ടൂ വീലേഴ്സ് കടന്നു പോകാം. പിന്നെ വലിയ വലിയ വണ്ടികളൊക്കെയാണ് കൂടുതലായിട്ട് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളൊക്കെ അടിപൊളി റോഡുകളാട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മാത്രമല്ല ഒരു കുണ്ടും കുഴി പോലും ഇല്ല. അത്രയ്ക്ക് അടിപൊളി റോഡാണ്. ഈ ഒരു ഫോറസ്റ്റിലേക്ക് കുറച്ച് നേരത്തെ നിങ്ങൾക്ക് എൻട്രി ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആനകളും അതേപോലെ പുലി, മാനുകളൊക്കെ നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം കിട്ടുന്നതാണ് ഈ യാത്രയിലൂടെ. കാലത്ത് 6 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറക്കട്ടെ ഇവിടെ. അപ്പോൾ ഒരു 9 മണി വരെയൊക്കെ വൈകുന്നേരത്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ടൂ വീലേഴ്സായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് കടന്നു പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ഇരുട്ടാവുന്നതിന് മുന്നേ ഇവിടുന്ന് പോവാണ് ഏറ്റവും ബെറ്റർ. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ദിമ്പം ചുരത്തിൻ്റെ ആദ്യത്തെ എയർപിന്നിലേക്കായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ എയർപിന്നിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് എടുത്ത് പോകുന്ന നമ്മളെ വണ്ടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ റൈറ്റിലേക്ക് എടുത്ത് സൈഡ് കൊടുക്കേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ വലിയ ലോറികളും ബസ്സുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് എപ്പോഴും മാറി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ റൂട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മുകളിലോട്ട് പോകുന്തോറും തണുപ്പിൽ വ്യത്യാസം വന്നു തുടങ്ങി. നമ്മൾ താഴത്തുനിന്ന് വരുമ്പോൾ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചൂടിങ്ങനെ ആയി വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെറിയ ചെറിയ കാലാവസ്ഥയിൽ മാറ്റം വന്നു തുടങ്ങിയിരിക്കണം. മാത്രമല്ല നല്ല അടിപൊളി കാഴ്ചകളാട്ടോ. മുകളിലോട്ട് കയറും തോറും നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് മഞ്ഞ്. എപ്പോഴും ചൂടാണ് അങ്ങനെ പലതും കൊണ്ട് ഞാൻ ഇവിടുത്തെ യാത്രകൾ പലപ്പോഴായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, അയ്യോ ഒരു രക്ഷയില്ല കേട്ടോ. മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പല റീലിലും കണ്ടുള്ള പോലെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നേരെ ഓപ്പോസിറ്റായിരിക്കും പലപ്പോഴായിട്ട് എനിക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ മഞ്ഞ് പ്രതീക്ഷിച്ച് പോകുമ്പോൾ നമുക്ക് മഞ്ഞുണ്ടാവില്ല, മഴ പ്രതീക്ഷിച്ച് പോയാൽ മഴ ഉണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കയറി ഏകദേശം 21ാമത്തെ എയർപിൻ വരെ എത്തി. ചുറ്റുപാടും നല്ല മഞ്ഞട്ടോ. വ്യൂവും കാര്യങ്ങളും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കൊല്ലി ഹിൽസ് പോയിട്ടാണ് ഞാൻ ഈ റൂട്ട് കയറി വരുന്നത്. പക്ഷെ എനിക്ക് കൊല്ലി ഹിൽസിൽ നിന്ന് എനിക്ക് മെയിനായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ ആകായഗംഗ വാട്ടർഫാൾസാണ്. അത് അടിപൊളിയായിരുന്നു. അവിടെ ഞാൻ വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പോയി. പക്ഷെ നല്ല വെള്ളമായിരുന്നു. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും കിട്ടി. അപ്പം അതിന് ശേഷം സത്യകാലത്ത് മരണ ചൂടാന്ന് വിചാരിച്ച വന്നോടത്ത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സ് നിറഞ്ഞ് ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർ പല സ്ഥലങ്ങളിലും നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ കണ്ടിട്ടോ. അങ്ങനെ നല്ല നല്ല കാഴ്ചകളും ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെ 24ാമത്തെ എയർപിൻ ബെൻഡ് എത്താനായി. ഇനി വെറും 3 എയർപിൻ ബെൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാഴ്ചകൾ മനോഹരമാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ടിലൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മോർണിംഗിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാഴ്ചകളായിട്ട് കാണാനും പറ്റും. അപ്പോൾ ഏകദേശം നമ്മൾ 27ാമത്തെ എയർപിന്നിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എയർപിന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാറോ അതേപോലെ തന്നെ ബൈക്കോ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇടതുവശത്തും വലതുവശത്തില്ല, ഇടതുവശത്തായിട്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പലരും ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കാറ് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാറും ബൈക്കൊക്കെ നിർത്തിയിട്ടാണ് പോകുന്നത്. കുറച്ച് നേരം നിൽക്കാനുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. മറ്റുള്ള എയർപിൻ ബെൻഡുകളിലൊന്നും അങ്ങനത്തെ സ്പേസ് ഇല്ല. കുറച്ചും കൂടി ഒന്ന് കൺജസ്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ താഴെ നിന്നുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. മാത്രമല്ല എനിക്ക് അടിവശത്തുള്ള പഴയ റോഡുകൾ, നമ്മളിപ്പോൾ വന്ന റോഡുകളൊന്നും വ്യക്തമായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. മൊത്തം ഈ വെള്ള കളറുള്ള മഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ദിമ്പം എയർപിന്നോട് വിട പറയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകേണ്ടത് കർണാടക സ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ ഈ കർണാടകയിൽ പോയിട്ടൊന്നുമില്ലെങ്കിൽ മൈസൂർ പോകണോ ഇനി BRT ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണോ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയേക്കാം.
കർണാടക ബോർഡർ എത്തി. ഇതാണ് കർണാടക, അതേപോലെ തന്നെ തമിഴ്നാട് ബോർഡർ. ഈ ഭാഗങ്ങളൊക്കെ സത്യമംഗലം ഫോറസ്റ്റിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും പുറത്തേക്ക് വന്നിട്ടില്ല, ഒക്കെ കാട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോഴും ഉള്ളത്. ഈ അടുത്തൊരു ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരെ ഈ സത്യമംഗലം ഫോറസ്റ്റ് തന്നെയാണ്. കർണാടക സ്റ്റേറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കാര്യം ശ്രദ്ധിക്കപ്പെടും, ഭൂപ്രകൃതിയൊക്കെ ഒന്നാമത് മാറിയിറക്കണം. നമ്മൾ നേരത്തെ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷൻ ഒരു നോർമൽ റോഡാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻ്റർ ചെയ്ത സത്യമംഗലത്തുണ്ടായിരുന്ന റോഡുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റോഡുകളായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ലേശം മോശം റോഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും വലിയ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കേടില്ല എന്ന് പറയാം. ഈ വഴിയിലൊക്കെ ആന ഇറങ്ങാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ മെല്ലെ ഒരു 40-50 സ്പീഡിൽ പോകുമായിരിക്കും ബെറ്റർ. ഓവർ സ്പീഡൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വല്ല മൃഗങ്ങളൊക്കെ മുന്നിൽ വന്നാൽ പോലും അറിയില്ല. അത്ര സ്പീഡിലൊന്നും പോകാൻ പാടില്ല ഈ റൂട്ടിൽ കൂടെ. അപ്പോൾ ഫൈനലി നമ്മൾ അടുത്ത ചെക്ക് പോസ്റ്റ് റീച്ച് ചെയ്തിരിക്കുകയാണ്. ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം നമുക്ക് ഇനി അടുത്ത് ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ മൈസൂർക്കോ അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക്, എന്തിനു വേണം പറയണം, നമ്മൾ വയനാട് നമ്മളെ നാട്ടിലേക്കോ ഈ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സത്യമംഗലം ടൈഗർ റിസർവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും യാത്രയിലൊക്കെ ഈ ഒരു റൂട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.